السلام عليكم ورحمة الله وبركاته. الصلاة والسلام على سيدنا أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളിന്ന് ബലിപെരുന്നാളിൻ്റെ ആഘോഷവേളയിലേക്ക് കടക്കുകയാണ്. ഈ വേളയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട്. കേവലം ആഘോഷങ്ങൾക്കപ്പുറം നമ്മൾക്ക് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് സന്ദേശം ഉൾക്കൊള്ളാനുള്ളത് ഒന്ന് സഹനമാണ്, മറ്റൊന്ന് സമത്വമാണ്, മറ്റൊന്ന് സമർപ്പണം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഹജ്ജിന്റെ സന്ദേശത്തിൽപ്പെട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സഹനത്തിന്റെയും ഒരു വലിയ സന്ദേശമാണ് നമ്മൾക്ക് ഇന്നത്തെ ദിവസം ഉൾക്കൊള്ളാനുള്ളത്. നമ്മളുടെ ഈ ബലിപെരുന്നാൾ ആഘോഷം നടത്തുമ്പോൾ നമ്മൾ മറന്നു പോവേണ്ട ആളുകളല്ല നമ്മൾ മരണപ്പെട്ടു പോയ ആളുകൾ. അവരെ നമ്മൾ ഈ സന്ദർഭത്തിൽ നമ്മളാൽ കഴിയുന്ന വിധം സന്തോഷിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനെങ്ങനെയാണ് സാധ്യമാവുക എന്ന് നമുക്കറിയാം. മരണപ്പെട്ടു പോയവരുടെ ഖബറിടത്തിലേക്ക് പോയി അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ദുആ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിൽ പലരും രോഗികളായവരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ വീടുകളിൽ പോയിട്ട് അവരുടെ ചുറ്റുഭാഗത്തും കൂടി നിന്നിട്ട് അവരോട് സന്തോഷ വർത്താനങ്ങൾ പറഞ്ഞു അവരോട് നല്ല രീതിയിൽ സംസാരിച്ച് സന്തോഷിപ്പിച്ച് നല്ലൊരു ദുആവും ചെയ്ത് അവിടെ നിന്ന് പിരിഞ്ഞു വന്നാൽ അതും ഈ ബലിപെരുന്നാളിനോട് നമ്മൾ ചെയ്യുന്ന വലിയൊരു സന്ദേശമായി മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കേവലം സ്വന്തത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആഘോഷം മാത്രമായി മാറ്റരുത് നമ്മൾ ഈ ബലിപെരുന്നാൾ ആഘോഷം എന്നത്. ബലിപെരുന്നാൾ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് കയറി വരുന്നതാണ് ഹജ്ജും അതുപോലെ തന്നെ അറഫയും എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ സഹനത്തിൻ്റെയും സമത്വത്തിൻ്റെയും എല്ലാ സന്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. നമ്മൾക്ക് നാളെ അഥവാ ബലിപെരുന്നാൾ ദിവസം രാവിലെ തന്നെ കൃത്യമായിട്ട് പള്ളിയിൽ വന്ന് ബലിപെരുന്നാൾ സുന്നത്ത് നമസ്കാരം നമ്മൾ നമസ്കരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് ബലിപെരുന്നാൾ ദിവസം നടത്തേണ്ടത് അറവ് എന്ന് പറയും. ഈ അറവ് നടത്തുമ്പോൾ അത് വലിയ ഒരു സന്ദേശമാണ് അവിടെ സമർപ്പിക്കുന്നത്. അതായത് സമർപ്പണമാണ് അവിടെ. അല്ലാഹുവിൻ്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ പലതവണയാണ് ഇബ്ലീസ് അവിടെ വന്നിട്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് പറയുന്നത്, എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കാൻ നോക്ക്, എങ്ങനെയെങ്കിലും അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിഞ്ചോമന മകൻ അന്ന് പിശാചിനെ കല്ലെറിഞ്ഞ് ഓടിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും നമ്മൾ ജംറയിൽ കല്ലെറിയുന്ന ചടങ്ങ് ഹജ്ജിന്റെ വേളയിൽ നിർവഹിക്കുന്നത്. അതിനുശേഷം പിന്നീടുണ്ടായ ചരിത്രങ്ങളൊക്കെ നമ്മൾ പല പ്രാവശ്യവും കേട്ടവരാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? പിന്നീട് അവിടെ പോവുകയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിഞ്ചോമന മകൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തനിക്ക് ദുആ ചെയ്ത് കിട്ടിയ തന്റെ പിഞ്ചോമന മകനെ കൊണ്ടുപോയി അറുക്കാൻ നിൽക്കുമ്പോൾ, അങ്ങനെ അതാ അറുക്കാൻ കഴുത്തിലേക്ക് കത്തി വെക്കുമ്പോൾ ആ കത്തിയിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കഴുത്ത് മുറിയുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന്റെ മൂർച്ച നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പാറക്കല്ലുകളിലേക്ക്, കരിങ്കല്ലുകളിലേക്ക് ആ വാളിനെ എടുത്തിട്ട്
വെട്ടി നോക്കി, അതാ തുണ്ടം തുണ്ടമാകുന്നുണ്ട്. ഒരൊറ്റ വെട്ടിന് പാറക്കല്ലുകൾ പോലും കഷ്ണമാകുന്ന അവസ്ഥ. ആ അവസ്ഥയിലുണ്ടായിരിക്കെ വീണ്ടും തന്റെ മകന്റെ കഴുത്തിലേക്ക് കത്തിവെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ, അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം ഇങ്ങനെ ചെയ്തു നോക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഒരാടുമായിട്ട് അവിടത്തേക്ക് അതാ സന്ദേശം അറിയിച്ചു കൊടുക്കുകയാണ്: ഇബ്രാഹിം നബിയെ, അങ്ങ് അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. അങ്ങ് ഈ ആടിനെ അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിച്ചു കൊള്ളുക. അന്നത്തെ ആ ഒരു സന്ദേശമാണ് ഇന്നും നാം ഉൾക്കൊണ്ടുകൊണ്ട് ബലിപെരുന്നാൾ ദിവസം നടത്തി വരുന്ന അറവ് എന്ന് പറയുന്നത്. പറ്റുന്നവരൊക്കെ അത് ചെയ്യുന്നവരുണ്ട്. അത് ചെയ്യുന്ന ഘട്ടത്തിൽ അവിടെ ഹാജരാവാൻ പറ്റുമെങ്കിൽ അതൊക്കെ വലിയൊരു പുണ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കുടുംബത്തിലുള്ള ആൾക്കാരുമായിട്ട് സന്ദർശിക്കുക, കുടുംബബന്ധം പുലർത്തുക, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ നടത്തുക. വെറുതെ ആൾക്കാർക്കിടയിൽ, മറ്റുള്ള സമുദായങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ പറയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വേണ്ടാത്തരങ്ങളും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. വെടിപൊട്ടിക്കലുകളോ അതുപോലെ തന്നെ അനാവശ്യമായ ബൈക്ക് റേസുകളോ അതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളോ നമ്മളുടെ ഭാഗത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. ഇസ്ലാം നൽകുന്ന സന്ദേശം തന്നെ ഐക്യവും സ്നേഹവും ഒരുമയുമാണ്. അതുകൊണ്ട് തന്നെ ആ ഐക്യവും സ്നേഹവും ഒരുമയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാവണം. ഇൻഷാ അല്ലാഹ് ബലിപെരുന്നാൾ ദിവസം നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച്, അതുപോലെ തന്നെ ബലിപെരുന്നാൾ ദിവസം നേരത്തെ പള്ളിയിലേക്ക് വരലാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. കാരണം ബലിപെരുന്നാൾ ദിവസം ഭക്ഷണം കഴിക്കൽ സുന്നത്തി എന്ന് പറയുന്നത് നിസ്കാരത്തിന് ശേഷമാണ്. വെറും വയറോടെ പള്ളിയിലേക്ക് വരലാണ്, നിസ്കാരത്തിലേക്ക് വരലാണ് ബലിപെരുന്നാൾ ദിവസത്തെ സുന്നത്തി എന്ന് പറയുന്നത്. അങ്ങനെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നേരത്തെ തന്നെ പള്ളിയിലെത്തി തക്ബീറുകളൊക്കെ ചൊല്ലി നിസ്കാരത്തിലൊക്കെ കൂടി പരസ്പരം കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്ത് പള്ളിയിൽ നിന്നും പിരിഞ്ഞു പോയി കുടുംബത്തിലൊക്കെ കയറി സന്ദർശിച്ച് ബലിയറുക്കുന്നവരൊക്കെ ബലിയറുത്ത്, അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്ത് അവരുടെ ഖബറിടങ്ങൾ സന്ദർശിച്ച്, അതുപോലെ തന്നെ പല രീതിയിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ മുസ്ലിമീങ്ങളായ ആൾക്കാർക്കിടയിൽ പ്രത്യേകിച്ചും ഐക്യത്തിനെയും സ്നേഹത്തിനെയും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു ഇതിനെ തൗഫീഖ് ചെയ്യട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ബലിപെരുന്നാൾ ആഘോഷിക്കപ്പെടുന്ന ഈ സുന്ദര സുദിനത്തിൽ ഏവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ബലിപെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്.